എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഈ ബോർഡിൽ ഞാൻ കുറച്ച് സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. എനിക്ക് കുടിക്കാൻ വെള്ളം താ അല്ലെങ്കിൽ വെള്ളം തരൂ. രണ്ടാമത്തത്, എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സിനിമ കാണാൻ പോവുകയാണ്. എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഇവിടെ മലയാളത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഈ സെൻറ്റൻസസിൽ ആക്ഷൻ വേർഡ് എന്താണ്? ആദ്യത്തേതിന് കുടിക്കാൻ, അതാണ് ആക്ഷൻ വേർഡ് അല്ലേ? നമുക്ക് എന്താണ് ക്രിയ, എന്താണ് നമുക്ക് കർമ്മം ചെയ്യേണ്ടത്? കുടിക്കുക എന്നതാണ് അവിടെ കർമ്മം. അപ്പോൾ ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വെർബ് എന്താണ്? കുടിക്കാൻ. അടുത്തതിൽ എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. അതിൽ വായിക്കാൻ എന്നതാണ് വെർബ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്, റൈറ്റ്. മൂന്നാമത്തതിൽ കാണാൻ, സിനിമ കാണാൻ പോവുകയാണ് എന്നതിൽ കാണാൻ എന്നതാണ് ആക്ഷൻ വേർഡ്. അതുപോലെ ലാസ്റ്റ് സെൻറ്റൻസിൽ കേൾക്കാൻ എന്നതാണ് ആക്ഷൻ വേർഡ്. അപ്പോൾ മറാഠിയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം റൂട്ട് വേർഡ് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. മലയാളത്തിൽ എന്താണ് റൂട്ട് വേർഡ് വരിക? കുടിക്കാൻ എന്നതിന് കുടിക്കുക, വായിക്കാൻ എന്നതിന് വായിക്കുക, കാണാൻ കാണുക, കേൾക്കാൻ കേൾക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ അതിനെ ഫോം ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് റൂട്ട് വേർഡിൽ മാറ്റം വരുത്തണം. അതുകൊണ്ടാണല്ലോ എനിക്ക് കുടിക്കാൻ വെള്ളം തരൂ എന്ന് പറയുന്നത്, അതുപോലെ പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നത്. ഇത് തന്നെ മറാഠിയിൽ എങ്ങനെ പറയാം എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് ഈ ക്ലാസ്സിൽ. ഓക്കെ, അതിനു മുമ്പായിട്ട് മറാഠിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ഷൻ വേർഡ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വേർബ്സും ആക്ഷൻ വേർഡ്സിനെയും പറ്റിയിട്ടുള്ള മറാഠിയിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ഷൻ വേർഡ്സ് എന്ന പേരിൽ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയി കാണുക. കാരണം അതിലെല്ലാ വേർഡ്സും അല്ല, എന്നാലും ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്ന ഒട്ടുമുക്കാൽ വേർഡ്സും ഞാൻ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഡെയിലി യൂസിൽ വരുന്ന വേർഡ്സ് അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിനെ മറാഠിയിൽ എന്താണ് പറയുക എന്നും ചില എക്സാമ്പിൾസും സെൻറ്റൻസസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂറ്റി കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കുടിക്കുക എന്നതിന് മറാഠിയിൽ പിണേ എന്നാണ് പറയുക. അപ്പോൾ കുടിക്കാൻ എന്നാണല്ലോ നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്തായിരുന്നു? എനിക്ക് കുടിക്കാൻ വെള്ളം താ അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ വെള്ളം തരൂ. അപ്പോൾ കുടിക്കാൻ എന്നത് എങ്ങനെ പറയാം മറാഠിയിൽ? അത് നോക്കൂ, ഇവിടെ എങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നോക്കൂ. പിണേ എന്നതിൻ്റെ പി പ്ലസ് ആയില എന്ന വാക്കാണ് കുടിക്കാൻ, ആൻ എന്നത് ചേർക്കാൻ വേണ്ടി ആയില എന്ന വാക്കാണ് ഇതാണ് ചേർക്കുക. അപ്പോൾ അതെന്താവും? പി പ്ലസ് ആയില, പിയായില. കുടിക്കുക പിണേ, കുടിക്കാൻ പിയായില. അതുപോലെ കാണുക, ഞാൻ സിനിമ കാണാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാണാൻ എന്നെങ്ങനെയാക്കാം? കാണുക എന്നതിന് ബഗ്ണേ എന്നാണ് പറയുക, നമുക്കതറിയാം. കാണാൻ എന്നാക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറയാൻ വേണ്ടിയിട്ട് ബഗ് എന്ന വാക്കെടുക്കുക, ബഗ്ണയിലത്തെ ബഗ് എന്ന വാക്കെടുക്കുക, അതിൻ്റെ കൂടെ ആയില എന്ന് കൂട്ടുക. അപ്പോൾ അതെന്താവും? ബഘായില. കാണുക ബഗ്ണേ, കാണാൻ ബഘായില. അടുത്തത്, എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ. അപ്പോൾ വായിക്കുക എന്നതിന് നമുക്കറിയാം വാത്സണേ എന്നാണ് മറാഠിയിൽ പറയാം. ഇനി അതിനെ വായിക്കാൻ എന്ന് പറയാൻ എന്ത് ചെയ്യണം? വാത്സണേ എന്നതിലെ വാത്സ് എന്ന വാക്കെടുക്കുക, അതിൻ്റെ കൂടെ ആയില ചേർക്കുക. വാത്സ് പ്ലസ് ആയില, വാത്സായില. വായിക്കാൻ, വായിക്കുക വാത്സണേ, വായിക്കാൻ വാത്സായില. അടുത്ത സെൻറ്റൻസ് എന്തായിരുന്നു? എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കറിയാം കേൾക്കുക എന്നതിന് മറാഠിയിൽ ഐക്കണേ എന്നാണ് പറയുക. അപ്പോൾ കേൾക്കാൻ എന്ന് പറയാൻ വേണ്ടി ഐക്കണേ എന്ന വാക്കിലെ ഐക്ക് എന്ന വാക്ക്, അതിൻ്റെ കൂടെ ആയില കൂട്ടുക. ഐക്ക് പ്ലസ് ആയില, ഐക്കായില. കേൾക്കാൻ, കേൾക്കുക ഐക്കണേ, കേൾക്കാൻ ഐക്കായില. കേൾക്കാൻ ഐക്കായില. ഇനി ചെയ്യുക എന്നതിന് മറാഠിയിൽ എന്താ പറയുക? കർണേ എന്നാണ് പറയുക.
അപ്പോൾ ചെയ്യാൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ കർ, കർണേ എന്നതിലത്തെ കർ പ്ലസ് ആയില, കറായില, ചെയ്യാൻ, കറായില. എഴുതുക എന്നതിന് ലിഹിണേ എന്നാണ് പറയുക. അപ്പോൾ എഴുതാൻ എന്നതിന് ലിഹിണേ എന്നതിലത്തെ ലിഹി എന്നുള്ള വാക്കെടുക്കുക, അതിൻ്റെ കൂടെ ആയില ചേർക്കുക. അപ്പോൾ ലിഹായില, എഴുതാൻ, ലിഹായില. വരിക എന്നതിന് ഏണേ എന്നാണ് മറാഠിയിൽ പറയുക. അപ്പോൾ വരാൻ എന്നത് എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം? ഏണേ എന്നതിലത്തെ ഏ, അതിൻ്റെ കൂടെ ആയില ചേർക്കുക. അപ്പോൾ ഏ പ്ലസ് ആയില, യായില, വരാൻ, യായില. മനസ്സിലാവണില്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കാം. കൊടുക്കുക എന്നതിന് ദേണേ എന്നാണ് പറയുക. നമുക്കറിയണ കാര്യമാണത്, ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്. ഇനി കൊടുക്കാൻ എന്നത് എങ്ങനെ ഫോം ചെയ്യാം? ദേണേ എന്നതിലത്തെ ദേ പ്ലസ് ആയില, ദ്യായില, കൊടുക്കാൻ, ദ്യായില. എടുക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നതിന് ഘേണേ എന്നാണ് മറാഠിയിൽ പറയുക. ഇനി എടുക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ എന്നതിന് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഘേണയിലത്തെ ഘേ എടുക്കുക, ഘേ പ്ലസ് ആയില, ഘ്യായില, ഘേ പ്ലസ് ആയില, ഘ്യായില, എടുക്കാൻ, വാങ്ങിക്കാൻ. മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Until we see next time, happy living guys.